പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 22-ാം തീയതി നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഒരുക്കിയിരിക്കുന്ന കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ സൂക്ഷിച്ചു, എത്ര അതിശയകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. ഓരോ ദിവസവും കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയതോർത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം കർത്താവ് തന്ന നല്ല ഉറക്കത്തിനായിട്ട് നമുക്ക് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയതിനായിട്ട് നമുക്ക് കർത്താവിനൊന്ന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ആമേൻ സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അപ്പം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതായിരിക്കാൻ സ്തോത്രം. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അങ്ങയുടെ വിശ്വസ്തത ഞങ്ങളോടുള്ളത് വലുതായിരിക്കാൻ സ്തോത്രം. അങ്ങ് കരുണയും അങ്ങ് കൃപയും ദീർഘക്ഷമയും മഹാദയമുള്ള കർത്താവാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് സൗഖ്യമാക്കുന്ന റാഫയാകിയാൽ സ്തോത്രം. അങ്ങ് കരുതുന്ന യഹോവ ജൈറയാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന് എബനേസറാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ 148-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. 140-ാം സങ്കീർത്തനത്തിൽ 13-ാമത്തെ വാക്യം. അതെ, നീതിമാന്മാർ കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. നേരുള്ളവർ കർത്താവിൻ്റെ സന്നിധിയിൽ വസിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഒരുമിപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അങ്ങ് ഒരുക്കി തന്ന ഈ മീഡിയയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, മുഖാന്തരങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങാണല്ലോ ഞങ്ങൾക്കെല്ലാം ഒരുക്കി തരുന്നത്. ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ അധിപതി അങ്ങാകുന്നു. ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ കാരണഭൂതൻ അങ്ങ് മാത്രമാകുന്നു. യേശു ആകുന്നു ഞങ്ങളുടെ എല്ലാം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ യേശുവാ അങ്ങേ ആരാധിക്കുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുണ്ടാകണം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഇന്ന് പൽക്കാലം ആരോഗ്യവും സമാധാനവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. പ്രത്യേകമായിട്ട് കർത്താവെ, കൈ വിരലുകൾക്ക് ആമേൻ വേദനയായിട്ട് ആമേൻ വിരലുകൾ മടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർ, ആമേൻ ആ കൈ വിരലുകളുടെ ഷേപ്പിന് തന്നെ മാറ്റം വന്നിരിക്കുന്ന രോഗത്താൽ ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അവർ പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും പ്രാപിച്ചിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദിവസങ്ങളായി കുഞ്ഞുങ്ങൾ പനിയാൽ ഭാരപ്പെടുന്നു. ആ പനി മാറാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ചുമ മാറാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ബുദ്ധിമുട്ട് മാറട്ടെ, അവർ സ്വസ്ഥരാകട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം. ജോലിയില്ലാത്തവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. പ്രത്യേകിച്ച് മനസ്സിന് സമാധാനമില്ലാതെ ആകുലപ്പെട്ട് നാളെ എന്തായിത്തീരുമെന്നൊക്കെ വിചാരപ്പെട്ട് അവൻ പലതും ചിന്തിച്ച് ഭാരപ്പെട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് മനസ്സിന് സമാധാനം കൊടുക്കണം. യഹോവ ഷാലും അങ്ങ് ഞങ്ങളുടെ സമാധാനമാകിയാൽ സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക സമാധാനത്തെ അയക്കുന്നതിന് സ്തോത്രം. അങ്ങ് ജീവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് അസാധാരണ സൗഖ്യത്തെ കൊടുക്കുന്നതിനായിട്ട് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. പൂർണ്ണ വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണ സ്വസ്ഥത കൊടുക്കുന്നതിന് സ്തോത്രം. കർത്താവെ, ഈ പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പോൾ ഈ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. അവരുടെ ആ വേലയെ ദൈവം മാനിക്കണം, ആദരിക്കണം. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കണം. ഈ ഭൂമിയിൽ ഒരു ഉണർവുണ്ടാകുന്നതിനായിട്ട് സ്തോത്രം.
നാളത്തെ നമ്മുടെ സഭായോഗത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശനിയാഴ്ച മുതൽ തുടങ്ങുന്ന ഉപവാസ പ്രാർത്ഥനയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങളെ എവിടൊക്കെ യഥാസ്ഥാനപ്പെടാനുണ്ടോ അവിടൊക്കെ യഥാസ്ഥാനപ്പെടുവാൻ ഈ ഉപവാസ പ്രാർത്ഥന മുഖാന്തരമായി തീരണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യേക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമുക്ക് നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ രാവിലത്തെ 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗവും ആരംഭിക്കും. അതുപോലെ ശനിയാഴ്ച മുതൽ നമ്മൾ ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത് പട്ടിണി സമരം മാത്രമല്ല, ദൈവത്തോട് കൂടെ ഇരിക്കുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത്. അപ്പം നാളെ ദൈവമക്കളെ കഴിയുമെങ്കിൽ കർത്താവിനോട് കൂടെ ശനിയാഴ്ച മുതൽ കൂടുതൽ സമയം ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നിങ്ങൾ സമയം മാറ്റി വെക്കണം. നിങ്ങൾക്ക് ജോലിയുള്ളവരാണ്, തിരക്കുള്ളവരാണ് എങ്കിലും അതിൻ്റെ ഇടയിൽ എന്നുമുള്ളതിനേക്കാൾ അധികമായി, സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അധികമായി പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെ അങ്ങ് ശ്രമിക്കണം. 7 ദിവസം ഉണ്ടല്ലോ. അപ്പം അറ്റ്ലീസ്റ്റ് പുതിയ നിയമം ഈ 7 ദിവസം കൊണ്ടങ്ങ് വായിച്ച് മൊത്തം വായിച്ചെടുക്കാം. അപ്പം നമുക്ക് ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട് നമ്മൾ സമയമെടുത്ത് വേദോത്സവം വായിക്കും. അറ്റ്ലീസ്റ്റ് 7 ദിവസം കൊണ്ട് പുതിയ നിയമം മൊത്തം വായിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താണെങ്കിലും സമയം കൂടുതൽ കർത്താവിനോടുകൂടെ സ്പെൻഡ് ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കണം കേട്ടോ. സദൃശവാക്യം 18-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും കാണാതറിയാവുന്ന വാക്യം. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മുടെ നാവിനെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. ഇന്നലെ രാത്രിയിലും നമ്മൾ അത് തന്നെയാണ് ചിന്തിച്ചത്. നമ്മുടെ നാവിന് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയും. നമ്മുടെ അറ്റ്മോസ്ഫിയറുകളെ മാറ്റാൻ കഴിയും. നമ്മളായിരിക്കുന്ന ദേശങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മുടെ നാവിന് കഴിയും. പക്ഷേ നമ്മുടെ നാവ് നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. ഇന്ന് ആ നാവ് ദൈവം നമുക്കാണ് തന്നിരിക്കുന്നത്. നമ്മുടെ നാവ് ദൈവത്തിന് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമായി മാറിയിരിക്കുക. അപ്പം ഇന്ന് പ്രഭാതത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പവർഫുള്ളാണ്. കരമുയർത്തി പറയാം, എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പവർഫുള്ളാണ്. അത് നിങ്ങളെ കുടുംബത്തിൽ, വീടിനകത്ത് പറയുന്നത്, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോട് പറയുന്നത്, കുഞ്ഞുങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജോലിയെക്കുറിച്ച് പറയുന്നത്, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് പറയുന്നത്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ പറയുന്നത് എല്ലാം പവർഫുള്ളാണ്. അപ്പോൾ ആ പവർഫുള്ളായ പദം നമ്മുടെ നാവിൽ നിന്ന് വാക്കുകൾ വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അതിനകത്ത് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും വിത്തുകളാണ്. അപ്പം വായിൽ നിന്ന് വരുന്ന വിത്തുകൾക്ക് നമ്മൾ പിന്നീടായിരിക്കും ഹാർവസ്റ്റ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മുടെ നാവ് സൂക്ഷിക്കാൻ. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ അവരോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് അങ്ങ് താത്തു പറയും, അല്ലെങ്കിൽ നമുക്കങ്ങ് രോഗമാണെന്നോ നമുക്കൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു പിടിപ്പിക്കാൻ നോക്കും. ഇതെല്ലാം നമുക്ക് നാളെ കെണിയായി മാറും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം നാവ് ഉപയോഗിക്കുവാൻ. നാവിനെ സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഡെസ്റ്റിനിയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ ഈ നാവിനെ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പം കുഞ്ഞുങ്ങളെക്കുറിച്ച് നല്ലത് പറയുക, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നല്ലത് പറയുക, ചുറ്റുപാടുകളെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ചൊക്കെ നല്ലത് പറയുക. അങ്ങനെ പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലത് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ദൈവവചനവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുക. ഏത് സാഹചര്യത്തിലും അവിടെ ദൈവവചനം അങ്ങ് പറയാൻ നോക്കണം. നമുക്കൊരു പക്ഷേ 1000-കണക്കിന് വാക്കുകൾ കാണാതറിയായിരിക്കും, അല്ലെങ്കിൽ 10,000-കണക്കിന് വാക്കുകൾ അറിയാമായിരിക്കും. എത്ര വാക്യങ്ങൾ അറിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ മാത്രമേ അത് ശക്തിയാവുകയുള്ളൂ. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും, ഇപ്പം എന്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അതിനൊരു വാക്യം വേദപുസ്തകത്തിലുണ്ടാകും. അതിനെ ശരിയാക്കിയെടുക്കുന്നൊരു വാക്യം ഉണ്ടാകും. ആ വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വരണം. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാവിനെ സൂക്ഷിക്കുക. ഭാര്യയോട് സംസാരിക്കുമ്പോൾ
കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ ചിലർ പറയത്തില്ലേ, ഞാൻ ചിരിച്ച് ഞാനങ്ങ് വീണുപോയി. പറയരുത്, അതൊക്കെ നെഗറ്റീവ് വേർഡുകളാണ്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ചിരിച്ച് വീഴേണ്ട ആവശ്യമില്ലല്ലോ. അത് നമ്മളൊരു ഒരു 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 ചൊല്ലുപോലെ നമ്മളങ്ങ് പറയുന്ന അങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. വളരെ ശ്രദ്ധാലുക്കളായി പറയുക. കുഞ്ഞുങ്ങളെക്കുറിച്ച് നല്ലത് പറയുക, നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുക, നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച് നല്ലത് പറയുക, നിങ്ങളുടെ ദേശത്തെക്കുറിച്ച് നല്ലത് പറയുക. കർത്താവ് നിങ്ങളിലൂടെ നല്ലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ വചനത്താൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റുള്ളവർക്കൂടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ജീവിതത്തിൽ നല്ല വാക്കുകൾ പറഞ്ഞ് മുന്നേറുവാൻ ഇടവരട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. നാവിനെ സൂക്ഷിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.